നമസ്കാരം. വി.എസ്. അച്യുതാനന്ദനെ വെട്ടിനിരത്തി പിണറായി പക്ഷം. CPM-ന്റെ ചരിത്രത്തിലാദ്യമായി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി.എസ്. അച്യുതാനന്ദന്റെ പേരില്ലാതെ സംസ്ഥാന കമ്മിറ്റി പാനൽ ഉണ്ടായിരിക്കുകയാണ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന CPM രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ വി.എസിനെ ഒഴിവാക്കിയത് സമ്മേളനത്തിലും ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുകയാണ്. മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നും വി.എസിനൊപ്പം നിന്ന നേതാവാണ് മേഴ്സിക്കുട്ടിയമ്മ. വി.എസ്. അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന പലരെയും യോഗ്യതയുണ്ടാക്കിയിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്തിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. പുതിയ പാനൽ അംഗീകരിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയത്. CPM-ലെ വി.എസ്. യുഗത്തിന് പാർട്ടി തന്നെ ഔദ്യോഗികമായി ഇതോടെ വിരാമമിടുകയാണ്. ആരോഗ്യാവസ്ഥ മോശമാണെങ്കിലും ആദരവെന്ന നിലയിൽ വി.എസിനെ ക്ഷണിതാവാക്കണമെന്ന നിലപാട് CPM-ലെ ബഹുഭൂരിപക്ഷത്തിനുമുണ്ട്. 1995 കൊല്ലത്തൊടുവിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് CPM-ൽ വി.എസ്. പിടിമുറുക്കിയത്. ഇതിന്റെ തുടർച്ചയായാണ് തന്റെ രാഷ്ട്രീയ ശിഷ്യനായ പിണറായി വിജയനെ വി.എസിന് അനായാസം പാർട്ടി സെക്രട്ടറിയാക്കാൻ കഴിഞ്ഞതും. പാർട്ടി സെക്രട്ടറി ആയതോടെ വി.എസുമായി പിണറായി തെറ്റി. പിന്നീട് വി.എസും പിണറായിയും രണ്ട് വ്യത്യസ്ത പാർട്ടി ചേരികളുടെ നേതാക്കളാവുകയായിരുന്നു. സംഘടനാ കരുത്തിൽ വി.എസിനെ ഒരുക്കി പിണറായി പാർട്ടിയുടെ ക്യാപ്റ്റനുമായി. രണ്ടാം തവണ മുഖ്യമന്ത്രിയായതോടെ പിണറായിയുടെ കരുത്തും കൂടി. കൂടാതെ ഇന്ന് പാർട്ടിയിൽ വി.എസ്. പക്ഷവുമില്ല. 30 കൊല്ലം മുൻപ് ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരം സംഘടിപ്പിച്ച കരുത്ത് തെളിയിച്ച വിഭാഗത്തിന് നേതൃത്വം നൽകിയ വി.എസിനെ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അതേ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിലൂടെ പാനലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അങ്ങനെ വി.എസും കമ്മിറ്റികളിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. പ്രത്യേക ക്ഷണിതാക്കളെ മധുരയിൽ അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് ശേഷം തീരുമാനിക്കുമെന്നാണ് പ്രഖ്യാപനം. അങ്ങനെ പ്രഖ്യാപിക്കുന്നവരുടെ കൂട്ടത്തിൽ വി.എസ്. ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ആരോഗ്യ കാരണങ്ങളാൽ വി.എസിനെ കഴിഞ്ഞ കൊച്ചി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയിരുന്നു. ഇത്തവണയും അത് തുടരുമെന്നായിരുന്നു പ്രതീക്ഷ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്കുള്ള ആദരവെന്ന രീതിയിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചവരും ഏറെയായിരുന്നു. പക്ഷേ മറ്റൊരു തീരുമാനമാണ് നേതൃത്വം എടുത്തിരിക്കുന്നത്. വിമർശനം ശക്തമാകുന്നതോടെ വീണ്ടും പ്രത്യേക ക്ഷണിതാവാക്കാനുള്ള സാധ്യതയും ഏറെയാണ്. വി.എസിനെ ഒഴിവാക്കിയോ എന്ന ചോദ്യത്തിന് വി.എസ്. പാർട്ടിയുടെ സ്വത്തല്ലേ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ പ്രതികരണം. പ്രായപരിധി മൂലം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളാക്കുന്നതാണ് സമീപകാല ചരിത്രം. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെയാണ് വി.എസിനെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയത്. വൈക്കം വിഷൻ, P. കരുണാകരൻ, K.J. തോമസ്, M.K. മാണി, അന്തരിച്ച ആനത്തലവട്ടം ആനന്ദൻ എന്നിവർ ക്ഷണിതാക്കളായിരുന്നു. പുതിയ പാനൽ പ്രഖ്യാപിച്ചപ്പോൾ വി.എസിന് പുറമെ വൈക്കം വിഷൻ, P. കരുണാകരൻ, K.J. തോമസ്, M.M. മണി എന്നിവരും പാനലിലുണ്ടായില്ല. ഇതിൽ മണി അടക്കമുള്ളവർക്കും അമർഷമുണ്ട്. എന്നാൽ 2 സ്ഥിരം ക്ഷണിതാക്കളെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതായത് പ്രത്യേക ക്ഷണിതാക്കളെ മധുര സമ്മേളനത്തിന് ശേഷം ഉൾപ്പെടുത്തുമെന്നത് വെറും വിവാദമൊഴിക്കാനുള്ള പ്രസ്താവന മാത്രമാണ്. ഇത്തവണ സമിതിയിൽ നിന്ന് ഒഴിവായ P.K. ശ്രീമതിക്കും A.K. ബാലനും ആനാവൂർ നാഗപ്പനും പ്രത്യേക ക്ഷണിതാക്കളെന്ന പരിരക്ഷ കിട്ടിയിട്ടുമില്ല. അതേസമയം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ മന്ത്രി വീണ ജോർജും കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ K.H. ബാബുജാനും സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാക്കളായിരിക്കുകയാണ്. പാർട്ടി കോൺഗ്രസിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളെ നിശ്ചയിച്ചാലും ഇതിൽ വി.എസ്. ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. ഏറെക്കാലമായി വി.എസ്. പാർട്ടി നേതൃത്വ യോഗങ്ങളിലോ പൊതുപരിപാടികളിലോ പങ്കെടുക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം.